സ്കന്ദഷഷ്ടി കവചത്തിലൂടെ തമിഴ്നാട്ടിൽ ഹിന്ദുത്വം ഉണരുകയാണ്. തമിഴ് ഭക്തിയുടെ പരമകൂടിയായ പളനിയപ്പനെ തൊട്ടുകളിച്ച 3 സർക്കാരുകളെ മുട്ടുകുത്തിച്ച് കുമ്പിടുവിച്ച പാരമ്പര്യമാണ് തമിഴ് സനാതന വിശ്വാസ സമൂഹത്തിനുള്ളത്. 1984 MG രാമചന്ദ്രന്റെ സർക്കാരും 1994 2004 ജയലളിത സർക്കാരും ഒക്കെ വിശ്വാസ സമൂഹത്തിനു മുന്നിൽ മുട്ടുമടക്കി നിന്ന ചരിത്രമാണുള്ളത്. ഏറ്റവും ഒടുവിൽ 2020 ഇടതുപക്ഷ യൂട്യൂബ് ചാനലായ കറുപ്പർകൂട്ടം ഹൈന്ദവ ദേവനായ ശ്രീ മുരുകന്റെ പ്രശസ്തമായ തമിഴ് സ്തുതി സ്കന്ദഷഷ്ടി കവചത്തെ മോശമാക്കി അവതരിപ്പിച്ചപ്പോൾ അന്ന് ഉയർന്നത് പ്രതിഷേധത്തിന്റെ കടലാണ്. അത് രാജ്യമൊട്ടാകെയാണ് ഇരമ്പിയത്. മുരുകനെ വാഴ്ത്തുന്ന തമിഴ് ഭക്തിഗാനമായ സ്കന്ദഷഷ്ടി കവചം അഥവാ സ്കന്ദഷഷ്ടി കവാസം തമിഴ്നാട്ടിലെ ദ്രാവിഡ ഭൂമിയിൽ ഇപ്പോൾ ഉറക്കെ മുഴങ്ങുകയാണ്. ഈയിടെ ഹിന്ദു മുന്നണി മധുരയിൽ ഒരു മുരുക മഹാസംഗമം സംഘടിപ്പിച്ചിരുന്നു. അവിടുത്തെ ആ ചടങ്ങിലെ ഒരു പ്രധാന ചടങ്ങ് മുരുകനെ വാഴ്ത്തിപ്പാടുന്ന സ്കന്ദഷഷ്ടി കവചം ഉറക്കെ ചൊല്ലലായിരുന്നു. ലക്ഷക്കണക്കായ മുരുക ഭക്തർ ഈ ഭക്തിഗാനം ഉറക്കെ ഏറ്റുചൊല്ലി. ദൈവം കാട്ടുമൃഗമാണെന്നും അതിനെ തല്ലിക്കൊല്ലണമെന്നും പറഞ്ഞ ദ്രാവിഡ നേതാവായ പെരിയോർ രാമസ്വാമി നായ്ക്കർ ഇദ്ദേഹത്തിന്റെ സങ്കല്പങ്ങൾക്കെതിരെ മുരുകനെ പ്രതിഷ്ഠിക്കുകയാണ് തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ. ഇനിയും സംരക്ഷിച്ചില്ലെങ്കിൽ സനാതന ധർമ്മം വേരോടെ പിഴുതെറിയപ്പെടും എന്ന ആപൽഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഹിന്ദു വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്താനും ഏകീകരിക്കാനും മുരുകൻ കാരണമായി എന്നത് യാദൃശ്ചികതയല്ല, അതൊരു നിയോഗമാണ്. ലക്ഷങ്ങൾ പങ്കെടുത്ത മധുരയിലെ തിരുപ്പുറക്കുണ്ടത്ത് നടന്ന മുരുക സംഗമം ഈ ഹിന്ദു ഐക്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണവും. ലക്ഷക്കണക്കിന് പേരെ സംഘടിപ്പിച്ച ഹിന്ദു മുന്നണി മധുരയിലെ തിരുപ്പുറക്കുണ്ടത്തിൽ മുരുക സമ്മേളനം സംഘടിപ്പിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. അവിടെ തിരുപ്പുറക്കുണ്ട്രം എന്ന മല മുരുകന്റേതല്ല, മുസ്ലിങ്ങളുടെ ഒരു സന്യാസിയായ സിക്കന്ദറിന്റേതാണ് എന്ന രീതിയിൽ ചില കഥകൾ കെട്ടിച്ചമച്ച് ഈ മുരുകൻ മല സ്വന്തമാക്കാൻ ശ്രമം നടത്തിയിരുന്നു. അതിന് DMKയുടെ രഹസ്യമായ ഒത്താശകൾ ഉണ്ടായിരുന്നതായിട്ടാണ് കേട്ടിരുന്നത്. അതോടെയാണ് മുരുക ഭക്തർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും തിരുപ്പുറക്കുണ്ട്രത്തിൽ എത്തിയത്. ചരിത്രത്തിൽ തിരുപ്പുറം കുണ്ട്രവും മുരുകനും തമ്മിലുള്ള ബന്ധം തർക്കമില്ലാത്തതാണ്. മുരുകന്റെ 6 വീടുകളായി കണക്കാക്കുന്ന 6 കുന്നുകളിൽ ഒന്നാണ് തിരുപ്പുറക്കുണ്ട്രം. മുരുകന്റെ ജീവിതത്തിലെ 6 പ്രധാന സംഭവങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ 6 കുന്നുകൾ. ദേവേന്ദ്രന്റെ മകൾ ഇന്ദ്രസേനയെ മുരുകൻ വിവാഹം കഴിച്ചത് തിരുപ്പുറക്കുണ്ട്രത്തിൽ വെച്ചാണ്. തിരുച്ചെന്തൂർ, പളനി, സ്വാമിമലൈ, തിരുത്താണി, പഴമുതിർച്ചോല എന്നിവയാണ് മറ്റ് 5 മുരുകൻ ആസ്ഥാനങ്ങൾ. ധ്യാനസ്ഥനായ മുരുകൻ ദണ്ഡപാണി എന്ന രൂപത്തിൽ കാണപ്പെടുന്ന സ്ഥലമാണ് പളനിമല, കണക്കാക്കപ്പെടുന്ന സ്ഥലമാണ് പളനിമല. ഈയിടെ തിരുപ്പുറക്കുണ്ട്രത്തിന്റെ പേര് സിക്കന്ദർ മല എന്നാക്കി മാറ്റാൻ ശ്രമം നടന്നിരുന്നു. 12ാം നൂറ്റാണ്ടിലെ ഒരു മുസ്ലിം സന്യാസിയായിരുന്നു സിക്കന്ദർ ബാദ്ഷാ. അദ്ദേഹത്തിന്റെ പേര് നൽകുകയായിരുന്നു ഉദ്ദേശം. ഈ മലമുകളിൽ മൃഗബലി നടത്താനും ഒരു മുസ്ലിം കുടുംബം ശ്രമിച്ചിരുന്നു. ഇതിനെയൊക്കെ മുരുക ഭക്തർ തടഞ്ഞതോടെ അതൊരു ക്രമസമാധാന പ്രശ്നമായി വളർന്നു. ഭുജിക്കുന്നവനെ മഹാജ്ഞാനിയാക്കുന്ന അറിവിന്റെ മഹാരുചി പേറുന്ന ജ്ഞാനപ്പഴത്തിൽ നിന്ന് തുടങ്ങുന്ന തമിഴ് ഭക്തിഗാഥയെ തൊട്ട് കളിച്ചു തുടങ്ങിയ പാസ്റ്റർ ലോബി ഈ കളി തുടങ്ങിയിട്ട് വർഷങ്ങളായി. നേരിട്ടുള്ള ആക്രമണത്തിലൂടെ ക്ഷേത്രങ്ങളെ തകർക്കാനാവില്ല എന്ന് ബോധ്യപ്പെട്ട സനാതന വിരുദ്ധ ശക്തികൾ ദുരയും പണക്കൊതിയും കൊണ്ട് അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാൻ ഉളുപ്പില്ലാത്ത സനാതന ധർമ്മികളിൽ ചിലരെ കൂട്ടുപിടിച്ച് കളി തുടങ്ങിയത് പളനിമലയെ ലക്ഷ്യം വെച്ചാണ്. സംഘകൃതികളോളം പഴക്കമുണ്ട് ദക്ഷിണേന്ത്യയിലെങ്ങും ശ്രീമുരുകൻ എന്ന ദേവനോടുള്ള ആരാധനാരീതികൾക്ക്. സ്കന്ദഷഷ്ടി കവചത്തിൽ ആകെ 244 വരികളാണുള്ളത്. അതിൽ 4 ആമുഖ വരികൾ കാപ്പ് എന്നറിയപ്പെടുന്നു. തുടർന്ന് 2 ധ്യാനവരികൾ, 238 വരികൾ അടങ്ങുന്ന പ്രധാന ഗാനഭാഗം കവചം എന്നറിയപ്പെടുന്നു. ദ്രാവിഡ ശക്തികളുടെ ദൈവനിഷേധത്തിനെതിരെ ഹിന്ദു വിശ്വാസികളുടെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി മുരുകൻ മാറുകയാണ്. ദേവരായ സ്വാമികൾ 19ാം നൂറ്റാണ്ടിൽ രചിച്ചതാണ് ഇത്. മീനാക്ഷി സുന്ദരം പിള്ളയുടെ ശിഷ്യനായിരുന്നു ദേവരായ സ്വാമികൾ. ഈ റോഡിലെ ചെന്നിമലയിൽ വെച്ചാണ് ഇത് രചിക്കപ്പെട്ടത്. സ്കന്ദഷഷ്ടി കവചം പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഇല്ലാതാകും എന്നാണ് വിശ്വാസം. മുരുകനെ മനസ്സിൽ ഓർക്കുന്നവർക്ക് സമ്പത്ത് വർദ്ധിക്കുമെന്നും ദൈവകൃപയാൽ രചിക്കപ്പെട്ട ഈ ഷഷ്ടി കവചത്താൽ എല്ലാ ആഗ്രഹങ്ങൾക്കും ഫലം കിട്ടുമെന്നും കരുതുന്നു. എന്തായാലും പ്രാർത്ഥനയുടെയും ദൈവപ്രാധാന്യത്തിന്റെയും ഈശ്വര കൃപയുടെയും തരംഗങ്ങൾ തമിഴ്നാട്ടിൽ അലയടിക്കുകയാണ്. മാത്രമല്ല മുരുകനെ സ്തുതിക്കുന്ന സ്കന്ദഷഷ്ടി കവചം അലയടിച്ച തിരുപ്പുറക്കുണ്ട്രത്തിലെ വേദിയിലും സദസ്സിലും ഹിന്ദു മുന്നണിക്കാരും മുരുക ഭക്തരും മാത്രമല്ല മുഴുവൻ ഹിന്ദു വിശ്വാസികളും പങ്കെടുത്തിരുന്നു. അതിന് പിന്തുണയായി BJP നേതാക്കളും അണ്ണാ DMK നേതാക്കളും ഈ പാർട്ടികളുടെ അനുയായികളും പങ്കെടുത്തു. ഏകദേശം 7.8 ലക്ഷം ഹിന്ദു വിശ്വാസികൾ പങ്കുകൊണ്ടിരുന്നു. ഷഷ്ടി ദിനമാണ് മുരുകൻ അസുരനായ സുരപത്മനെ പരാജയപ്പെടുത്തിയത്. ദേവന്മാർക്ക് ഈ അസുരന്റെ തുഷ്ടതകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ ശിവന്റെയും പാർവതിയുടെയും ഇളയ മകനെ സമീപിച്ചു. അദ്ദേഹം 6 ദിവസം സുരപത്മനുമായി യുദ്ധം ചെയ്തു. ഒടുവിൽ ദേവൻ അസുരനെ പരാജയപ്പെടുത്തി. മുരുകൻ തന്റെ ആയുധം അവന്റെ നേരെ എറിഞ്ഞ് സുരപത്മനെ 2 ഭാഗങ്ങളായി വിഭജിച്ചു. ഒരു പകുതി മയിലായി, അത് മുരുകന്റെ വാഹനമായി, മറ്റേത് കോടിയായി, അത് അവന്റെ കൊടിയായി രൂപാന്തരപ്പെട്ടു. അവർ 6 ദിവസം മുരുകനെ സ്തുതിക്കുകയും മുരുകനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ ഭക്തർ സാധാരണ സ്കന്ദഷഷ്ടി കവചം പാടി വിവരിക്കുന്നു. സ്കന്ദഷഷ്ടിയുടെ 6 ദിവസങ്ങളിൽ മുരുകനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് മുരുകന്റെ അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വാസം.
ഈ ഗീതം പതിവായി ജപിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുമെന്നും മുഴുവനും ഒരു ദിവസം 36 തവണ ജപിച്ചാൽ സമ്പത്ത് കൊണ്ടുവരും എന്നുമാണ് മുരുക ഭക്തരുടെ വിശ്വാസം. ന്യൂസ് ഡെസ്ക് കർമ്മ.